നമസ്കാരം നിതീഷ്. ഒരു പ്ലൈവുഡ് കമ്പനി കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചിതൽ കുടുംബത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ കുടുംബത്തിന്റെ ഗൃഹനാഥനോട് തന്നെ ചോദിക്കാം എന്താണ് പറ്റിയതെന്ന്. ചുരുക്കം വാക്കുകൾ പറയാമോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന്? ഇത് സത്യത്തിൽ അങ്ങനെ ഒരു ചുരുക്കം വാക്കിൽ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം ഈ പ്ലൈവുഡ് കമ്പനി, ഈ വുഡ്മാൾ എന്ന് പറഞ്ഞ ഈ പ്ലൈവുഡ് കമ്പനി കാരണം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ കുടുംബം തന്നെ ചിന്ന ഭിന്നമായി പോയി. വുഡ്മഹൽ, അതാണോ കമ്പനിയുടെ പേര്? വുഡ്മാൾ. അത് നോക്കി വെച്ചോ. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ കമ്പനി നമ്മുടെ ഈ വീട്ടിൽ ഫർണിച്ചറുകളുണ്ടല്ലോ, ഞങ്ങൾ ഈ ഫർണിച്ചറിൻ്റെ കാലിലും അതിലൊക്കെ കയറി അവിടെ നിന്ന് തിന്നൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഫർണിച്ചർ തിന്നിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ കമ്പനി വന്ന് ഈ ഫർണിച്ചറെല്ലാം മാറ്റിയിട്ട് ഇവിടെ PVC ഫോം ബോർഡിൻ്റെ സാധനം കൊണ്ട് വെച്ച് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കഴിക്കാൻ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഈ PVC ഫോം ബോർഡ് എന്ന് പറഞ്ഞ സാധനം ചെതലെടുക്കാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ കിട്ടുന്നില്ല. അപ്പം സർക്കാർ ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വേറെ ബുദ്ധിമുട്ടുണ്ടോന്നോ? എൻ്റെ ഭാര്യയുടെ പല്ല് 3 എണ്ണമാണ് ഇളകിപ്പോയത് ഈ PVC ഫോം ബോർഡിൽ കടിച്ചിട്ട്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അല്ല, ഇത് സർക്കാർ നിയമ നടപടി എടുത്തേ പറ്റുള്ളൂ. നിയമ നടപടി എടുക്കണം, എനിക്ക് അതാണ് പറയാനുള്ളത്. സർക്കാർ നിയമ നടപടികൾ എടുക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അല്ല, നിയമ നടപടി മാത്രം പോരാ, നമുക്ക് നഷ്ടപരിഹാരവും കിട്ടണം. അതും വേണം. അത്രേ ഉള്ളൂ.